ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സ്ഥലം മാറ്റിയ എസ്എച്ച്ഒമാരെ തിരികെ നിയമിച്ചു തുടങ്ങി. പെരുമാറ്റച്ചട്ടം അവസാനിച്ച് ഒരു മാസമാകുമ്പോഴാണ് സ്ഥലമാറ്റം. സിപിഎം നൽകിയ പട്ടികയ്ക്കനുസരിച്ചുള്ള പുനർനിയമനമാണെന്നാണ് സൂചന. സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന സംഭവങ്ങൾ ഒന്നൊന്നായി പുറത്തുവന്നതോടെയാണ് ആഭ്യന്തര വകുപ്പിൽ പാർട്ടി കടുത്ത നിയന്ത്രണങ്ങൾ കൊണ്ടുവരികയും സ്ഥലം മാറ്റമടക്കം നിർത്തിവെക്കുകയും ചെയ്തത്. പോലീസ് നിയമനങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെയും പോലീസ് തലപ്പത്തെയും 2 ഉന്നതന്മാരുടെ മാത്രം തീരുമാനങ്ങൾക്കനുസരിച്ച് നടക്കുന്നുവെന്നായിരുന്നു സിപിഎം നേതൃയോഗങ്ങളിലെ വിമർശനം. പാർട്ടി നിർദ്ദേശമനുസരിച്ച് ഡിവൈഎസ്പിമാരുടെ സ്ഥലമാറ്റ പട്ടിക മുഖ്യമന്ത്രി മടക്കിയ വാർത്ത നേരത്തെ ജനം ടിവി പുറത്തുവിട്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് എസ്എച്ച്ഒമാരുടെ സ്ഥലമാറ്റവും വൈകിപ്പിച്ചത്. പെരുമാറ്റച്ചട്ടം പിൻവലിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും നടക്കുന്ന സ്ഥലം മാറ്റങ്ങളാണ് ഒരു മാസം കഴിഞ്ഞിട്ട് ഇപ്പോൾ നടപ്പിലാക്കുന്നത്. പാർട്ടി ജില്ലാ സെക്രട്ടറിമാർ നൽകിയ ലിസ്റ്റുകളുടെ അടിസ്ഥാനത്തിലാണ് പുതിയ നിയമനങ്ങളെന്നാണ് സൂചന. സംസ്ഥാന ആഭ്യന്തര വകുപ്പിന്റെയും പോലീസിന്റെയും വീഴ്ചകൾ തെരഞ്ഞെടുപ്പിലടക്കം തിരിച്ചടി ഉണ്ടാക്കിയെന്നാണ് പാർട്ടി വിലയിരുത്തൽ. ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികൾക്ക് ചട്ടങ്ങൾ ലംഘിച്ച് ശിക്ഷയിൽ ഇളവ് നൽകാനുള്ള സർക്കാർ നീക്കവും വിവാദമായിരുന്നു. സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുന്ന വാർത്തകൾ ആഭ്യന്തര വകുപ്പിൽ നിന്ന് തന്നെ ചോരുന്നുവെന്നാണ് സർക്കാരിന്റെ കണക്കുകൂട്ടൽ. ഈ സാഹചര്യത്തിലാണ് നിയന്ത്രണങ്ങൾ കടുപ്പിക്കുന്നതും പോലീസ് ഭരണത്തിൽ പാർട്ടി നേരിട്ട് ഇടപെടുന്നതും. ഉദ്യോഗസ്ഥർക്കിടയിൽ മുൻപുണ്ടായിരുന്ന സ്വാധീനം നഷ്ടമാകുന്നത് ആശങ്കയോടെയാണ് സിപിഎം കാണുന്നത്. ആഭ്യന്തര വകുപ്പിലും പോലീസിലും നിയന്ത്രണങ്ങൾ കടുപ്പിച്ച് ഉദ്യോഗസ്ഥരെ വരുതിയിലാക്കാനാണ് നീക്കം. ജനം, തിരുവനന്തപുരം.